ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ല രാത്രി ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് കിടക്കാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ പോവുകയാണ്. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് അലീനയും മനുവും തമ്മിലുള്ള ഒരു സംഭാഷണമാണ്. അങ്ങനെ നമ്മുടെ അലീന മനുവിനെ ഫോൺ വിളിച്ചു. അങ്ങനെ മനുവിനോട് ചോദിക്കുകയാണ്, മനുവേട്ടൻ സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ, ഞാനൊരു കാര്യം ചോദിക്കാം. മനുവേട്ടൻ അറിയായിരുന്നോ എന്നെ ഇങ്ങോട്ടേക്കാണ് അച്ഛൻ കൂട്ടിക്കൊണ്ട് വരുന്നത് എന്ന്? ഇതിന്റെ പിന്നിൽ എന്താണെന്നൊക്കെ മനുവേട്ടന് അറിയായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പൊ നമ്മുടെ മനു പറഞ്ഞു, അത് പിന്നെ എങ്ങോട്ടേക്കാ കൂട്ടിക്കൊണ്ട് പോകുന്നതെന്നൊന്നും നിന്റെ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടില്ല, ആരോടും പറഞ്ഞിട്ടില്ല. പക്ഷേ ഞാൻ അങ്കിളിനോട് ചോദിച്ചു കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരുന്നു എന്ന് പറഞ്ഞപ്പോ എന്ത് മനസ്സിലാക്കിയെന്നാ മനുവേട്ടൻ ഈ പറയുന്നത്? മനുവേട്ടൻ അറിയായിരുന്നല്ലേ എന്ന് പറഞ്ഞപ്പം അറിയായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം കാര്യങ്ങളൊക്കെ വായിച്ച് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി. എനിക്ക് മാത്രമല്ല ഇവിടെ വല്യച്ഛനും അച്ഛനും നിന്റെ അച്ഛനും ഒക്കെ അറിയാം എങ്ങോട്ടേക്കാണ് നിന്നെ കൊണ്ടുപോകുന്നത് എന്ന് അറിയായിരുന്നു. കാരണം അങ്കിള് പറഞ്ഞിട്ടല്ല അത് അറിയായിരുന്നത്, പക്ഷെ ഞങ്ങൾക്ക് അറിയായിരുന്നു. ഒരു ദിവസം ഇവിടെ നിന്ന് അങ്കിള് ഗംഗാധരൻ അങ്കിളിന്റെ അടുത്ത് പോയി കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ എടുത്തോണ്ട് നേരെ വിട്ടത് അങ്ങ് പുനലൂരിലേക്കാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങാണ്ടാണ് സ്റ്റാൻലി എന്ന് പറയുന്ന നിന്റെ പപ്പ കൊളുത്തുപുഴയിലാ താമസിക്കുന്നതെന്ന് അറിഞ്ഞത്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് പോയതും സംസാരിച്ചതും നിന്നെ ലാസ്റ്റ് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനുള്ള ഒരു തീരുമാനം എടുത്തതൊക്കെ. അത് അങ്കിള് ചെയ്തായിരുന്നു. അത് ഞങ്ങൾക്കൊരു ചെറിയ സംശയം ഉണ്ടായിരുന്നു, അങ്ങോട്ടേക്ക് തന്നെയാ നിന്നെ കൊണ്ടുപോകുന്നത് എന്നൊരു സംശയം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ നിന്റെ വേണ്ടപ്പെട്ടവരാരേലും അവിടെ കാണും, അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് ചെറിയ സംശയം ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ സംശയം ഉറപ്പിച്ചോ? ആ സംശയം അത് സംശയമല്ല, അത് സത്യം തന്നെയാണ്. ഞാനിപ്പോ ഉള്ളത് വേറെ എവിടെയും അല്ല. എനിക്ക് ജന്മം നൽകിയ എന്റെ പപ്പാടെ അടുത്താണ് ഞാൻ ഉള്ളത് എന്ന്. അലീന, അപ്പം നീ ഇപ്പം ഉള്ളത് അതെ സ്റ്റാൻലി ജോസഫിന്റെ അടുത്ത് തന്നെയാണ് ഞാനിപ്പോ ഉള്ളത്. എനിക്കറിയില്ല മനുവേട്ട, ഇവിടെ എന്താ എങ്ങനെയാ ഒന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ എന്തു പറയണം? എന്തെങ്കിലും പറഞ്ഞത് തെറ്റാണോ? അത് ശരിയാണോ? ഞാൻ കാണിക്കുന്നത് തെറ്റാണോ അതോ ശരിയാണോ? അത് ഇവർക്ക് ഇഷ്ടപ്പെടുവോ? എന്തിനും ഏതിനും പേടിച്ച് വിറച്ച് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക ഞാനിവിടെ. എന്നാലും ഞാൻ ഇവിടെ പിടിച്ചു നിൽക്കും മനുവേട്ട, എനിക്കിവിടെ പിടിച്ചു നിന്നല്ലേ പറ്റൂ. എന്റെ അമ്മയ്ക്ക് എന്നെ വേണ്ടെങ്കിലും ഇങ്ങോട്ടേക്ക് അദ്ദേഹം എന്നെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്നോട് ഉള്ളിന്റെ ഉള്ളിൽ സ്നേഹം കാണുമായിരിക്കാം. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കുമല്ലോ എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ട് ഞാൻ ഇവിടെ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കും. പിന്നെ ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇവിടെ ഇല്ല. ഞാനും എന്റെ പിന്നെ ഇവിടുത്തെ സർവൻസും മാത്രമാണ് ഈ വീട്ടിലുള്ളതെന്ന് പറഞ്ഞപ്പം അലീന, നിനക്ക് അവിടെ നിൽക്കാൻ കംഫർട്ടബിൾ ആണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അതെ കംഫർട്ടബിൾ ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മനുവേട്ട, എനിക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമില്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. കാരണം എനിക്ക് വേറെ എവിടത്തെക്കാളും ഒരു കംഫർട്ടബിൾ ഇവിടെ അല്ലേ ആവേണ്ടത്. കാരണം ഇവിടെ എന്റെ പപ്പയുണ്ട്, എനിക്ക് ജന്മം നൽകിയ എന്റെ പപ്പയുണ്ട്. ആ പപ്പയുടെ ഇഷ്ടപ്രകാരം തന്നെയാണല്ലോ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് എന്ന് പറഞ്ഞപ്പം എങ്കിൽ പിന്നെ നിനക്ക് അവിടെ നിൽക്കുന്നതിൽ കുഴപ്പമില്ലല്ലോ, നീ ഇപ്പൊ തൽക്കാലം അവിടെ നിൽക്ക്. നിനക്ക് എപ്പോഴും ഇങ്ങോട്ടേക്ക് വരാൻ തോന്നുന്നോ അപ്പൊ നിനക്ക് ഇങ്ങോട്ടേക്ക് വരാം. അല്ലെങ്കിൽ നീ എന്നെ ഒന്ന് വിളിച്ചാൽ മതി. എന്തെങ്കിലും അത്യാവശ്യത്തിനോ കാര്യത്തിനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ എന്നെ ഒന്ന് വിളിച്ചാൽ മതി. ഒരു കോളിനപ്പുറം ഞാൻ അവിടെ എത്തിയിരിക്കുന്നു പറഞ്ഞപ്പം മനുവേട്ടന് ആകെപ്പാടെ എന്റെ ബലം എന്ന് പറയുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മനുവേട്ടൻ ഞാൻ വിളിക്കും കേട്ടോ. ഞാൻ എപ്പോ വിളിച്ചാലും മനുവേട്ടൻ കോള് അറ്റൻഡ് ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും തീർച്ചയായിട്ടും നീ വിഷമിക്കേണ്ട, ഞാൻ കോൾ എടുത്തിരിക്കും. നീ ഏത് പാതിരാത്രിക്ക് വിളിച്ചാലും അലീനെ നിന്റെ കോള് ഞാൻ എടുത്തിരിക്കും. നീ ഇവിടുന്ന് പോയപ്പോ നിന്റെ കൂടെ വരണമെന്നും നിന്റെ അടുത്ത് യാത്ര ചെയ്യണമെന്ന് നിന്നോട് സംസാരിച്ചോണ്ട് പോകണമെന്നൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല. എങ്കിലും നീ സേഫ് ആണല്ലോ, നീ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണല്ലോ എത്തിച്ചേർന്നിരിക്കുന്നത്. നിന്റെ അമ്മയിൽ നിന്നോ നിനക്ക് സ്നേഹം കിട്ടിയില്ല, എന്നാ പിന്നെ നിന്റെ പപ്പയിൽ നിന്ന് നിനക്ക് സ്നേഹം കിട്ടുന്നുണ്ടെങ്കിൽ ദൈവമായിട്ട് നിന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയതായിരിക്കും, അങ്കിളിനെ ദൈവമായിട്ട് തോന്നിപ്പിച്ചതായിരിക്കും. അതുകൊണ്ട് നീ ധൈര്യമായിട്ടിരിക്കും, നിന്റെ കൂടെ എല്ലാവരും ഉണ്ട് എന്നിങ്ങനെ പറഞ്ഞു. എന്നിട്ട് നമ്മുടെ മനു ചോദിച്ചു, അല്ല അങ്കിൾ ഇപ്പോൾ തിരിച്ചു പോകുന്നോന്ന് ചോദിച്ചപ്പോഴത്തേക്കും അച്ഛൻ ഇവിടെ നിന്ന് തിരിച്ചു പോന്നായിരുന്നു. എന്നെ ഇവിടെ ആക്കിയിട്ട് ഒരുപാട് വിഷമത്തോടു കൂടി അച്ഛൻ അങ്ങോട്ട് തിരിച്ചു വന്നിരിക്കുന്നത് അതെനിക്ക് നന്നായിട്ട് അറിയാൻ മനുവേട്ടാ. ഒരുപാട് വിഷമം എന്റെ അച്ഛനുണ്ട്. ആ വിഷമം പേറി അങ്ങോട്ടേക്ക് എത്തുന്നത്. ഇനി അവിടെ എന്തൊക്കെയാ സംഭവം നടക്കാൻ പോകുന്നതെന്ന് എനിക്ക് അറിയില്ല. അവിടെ ഇനിയിപ്പം അമ്മ വന്നില്ലേ, അമ്മ വന്നിട്ട് ഇനിയിപ്പോ എന്തൊക്കെയായിരിക്കും അവിടെ നടക്കാൻ പോകുന്നത്. ബബിതയ്ക്കാണെങ്കിൽ കുറച്ച് മുൻചുണ്ടി കൂടുതലാ. അവള് വേണ്ടുന്നതിനും വേണ്ടാത്തതിനും ഒക്കെ എടുത്തടിച്ച് ഓരോ വർത്താനം പറയും. അത് ചിലപ്പോ അവിടെ മേഡത്തിന് ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും. അതിന്റെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും ബഹളവും. അതുപോലെ അച്ഛൻ എന്തൊക്കെയാ വിളിച്ചു പറയാൻ പോകുന്നതെന്നൊന്നും അറിയില്ല മേഡത്തിനോട്. ഏതായാലും മനുവേട്ടന്റെ ഒരു കണ്ണ് വേണം കേട്ടോ എപ്പോഴും അങ്ങോട്ടേക്ക്. ഞാൻ പറയുന്നത് വെറുതെ അല്ല, അവിടെ ഒരാൾ എപ്പോഴും ഇല്ലെങ്കിൽ ശരിയാവില്ല, ആകെപ്പാടെ തകിടം മറിയും. അതുകൊണ്ടാണ് പറഞ്ഞത് നീ വിഷമിക്കേണ്ട അലീനെ, ഞാൻ പറഞ്ഞല്ലോ ഞാൻ നിന്റെ കൂടെ ഉണ്ട്, ഒരു വിഷമവും വേണ്ട നിനക്ക്. നീ ധൈര്യമായിട്ട് അവിടെ നിന്നോ. സത്യം പറഞ്ഞ ഇപ്പം എനിക്കൊരു ധൈര്യം തോന്നുക, നീ പോയി നിൽക്കുന്നത് നിന്റെ പപ്പയുടെ അടുത്താണല്ലോ. അത് മാത്രമല്ല നിനക്ക് അവിടെ ബുദ്ധിമുട്ടാണെങ്കിൽ നിന്നെ സ്വീകരിക്കാനായിട്ട് ഞാനും ബാലചന്ദ്രൻ അങ്കിളും ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ നീ അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട, നീ സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് അതും പറ്റത്തില്ലല്ലോ, അത് ഉറക്കം വരാത്തൊരു സാഹചര്യമാണ്. ഇവിടുത്തെ പട്ടുമെത്തയിൽ കിടന്ന് എനിക്ക് ഉറക്കം വരുമോ മനുവേട്ട? ഞാൻ ഇപ്പൊ അച്ഛൻ വിളിച്ചപ്പം പറഞ്ഞതേ ഉള്ളൂ, ഇവിടെ ഒന്നും എനിക്ക് സെറ്റ് ആവില്ല മനുവേട്ട. ഈ ഒരു മുറിക്കകത്ത്
ആ മുറിക്കകം കാണുമ്പോ തന്നെ എന്തോ രാജകൊട്ടാരം പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. കഥകളിൽ വായിച്ചിട്ടുള്ള രാജകൊട്ടാരം ഇല്ലേ, എല്ലാ സൗകര്യത്തോടും ജീവിക്കുന്ന രാജകുമാരി ഇല്ലേ, അതുപോലെ എനിക്ക് തോന്നുന്നത്. ഇതൊന്നും എനിക്ക് സൂട്ട് ആവില്ല മനുവേട്ട എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും, എല്ലാം ദൈവം നിനക്ക് കൊണ്ടു തന്നത് നല്ലതിനാണെന്ന് മാത്രം കരുതിയാൽ മതി അലീന എന്ന് പറഞ്ഞു. പിന്നെ എല്ലാവരും നിർബന്ധിച്ചിട്ടല്ലല്ലോ നീ ഇവിടുന്ന് പോയത്, നിന്റെ നിർബന്ധം കൂടി ആയിരുന്നല്ലോ ഇവിടുന്ന് പോകണം എന്നത്. അപ്പം സാരമില്ല പോട്ടെ എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. ഏതായാലും സംസാരിച്ചു, അലീനയോട് ആശ്വസിപ്പിച്ചു, കിടന്നുറങ്ങിക്കോളാൻ പറഞ്ഞു, നീ ഫോൺ വെച്ചുകൊണ്ട് തന്നെ കിടന്നുറങ്ങിക്കോ, ഞാൻ നിന്റെ അടുത്തുണ്ട് എന്നൊക്കെ പറഞ്ഞ് അത്രയും കെയർഫുൾ ആയിട്ട് നമ്മുടെ മനു വേണമെങ്കിൽ ഉറക്കി എന്ന് പറയാൻ കിടത്തി. അതുപോലെ നമ്മുടെ മനു അലീനെ സമാധാനിപ്പിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഫോണൊക്കെ കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നേരെ പരപരാ വെളുക്കുന്നു. പരപരാ വെളുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അലീനയ്ക്കാണെങ്കിൽ നിന്നിട്ടൊന്നും ഇരിക്കപ്പുറത്തെ ഒന്നുമില്ല. കുറച്ചു നേരം അതിലേക്കൂടെ ഇറങ്ങി നടക്കുന്നു. പട്ടികൾ ഓടി വരുമ്പോഴത്തേക്കും പട്ടികളോട് ഇങ്ങനെ സംസാരിക്കുന്നു. പട്ടികളോട് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇത് ആന്റപ്പനും പൗലോസും ഒക്കെ കണ്ടിട്ട് ഇതിപ്പം കേണൽ അദ്ദേഹത്തിന്റെ കൊച്ചു തന്നെയാണെന്ന് തെളിയാ വേറൊന്നും വേണ്ട, കണ്ടില്ലേ മൃഗങ്ങളോടൊക്കെ എന്തൊരു സ്നേഹമാണ്, പട്ടികളോട് എന്തൊരു സ്നേഹമാണ് എന്ന് ചോദിക്കുന്ന അവർ അങ്ങോട്ടും പരസ്പരം പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ അലീന പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും പുറകിൽ നിന്ന് വിളിക്കുകയാണ് കേട്ടോ പൗലോസ്, മോളെ കുഞ്ഞെ നീ എങ്ങോട്ടാ പോകുന്നത് അലീന എന്ന് ചോദിക്കുമ്പോഴത്തേക്കും, അത് പിന്നെ ഞാനൊന്ന് കറങ്ങി ഈ മുറ്റത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങട്ടെ എന്ന് പറയുമ്പോൾ, വേണ്ട നീ അങ്ങനെ ഇറങ്ങി കറങ്ങി തിരിഞ്ഞൊന്നും നടക്കണ്ട, കാരണം വെളിയിൽ ആരെങ്കിലും ഒക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ആരാണെന്ന് ചോദിക്കില്ലേ എന്ന് പറയുമ്പോൾ, അപ്പൊ എന്താ ഞാൻ ഇവിടുത്തെ റിട്ടയർഡ് കേണൽ സ്റ്റാൻലി ജോസഫിന്റെ മകളാണെന്ന് പറഞ്ഞാല് എന്താ ഇത്ര കുഴപ്പമിരിക്കുന്നത്? എന്റെ പപ്പ പറഞ്ഞല്ലോ ഞാൻ സ്റ്റാൻലി ജോസഫിന്റെ മകളാണെന്ന്. അപ്പോഴത്തേക്കും അത് നിന്റെ പപ്പ പറഞ്ഞു, പക്ഷെ പുറത്തുനിന്ന് ഒരാൾ ചോദിക്കുമ്പോൾ നിന്റെ അച്ഛനോട് ആരും മിണ്ടത്തില്ല, പേടി എല്ലാവർക്കും, നിന്റെ പപ്പയോട് മിണ്ടത്തില്ല ആരും. നിന്റെ പപ്പേനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാം മുട്ടുകൂട്ടി ഇടിക്കും. ആര് ചോദിക്കാനാ? പിന്നെ ചോദിക്കുന്നത് ഞങ്ങളോടല്ലേ. ഞങ്ങൾ ചോദിക്കുമ്പോ എന്ത് പറയും? അല്ല അത് നിങ്ങളുടെ കേണൽ അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കും എന്ത് പറയും എന്നൊക്കെ. എന്നിട്ട് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു, അല്ലാതെ ഈ വീടിനകത്ത് ഇങ്ങനെ മൂടി കെട്ടിയിരിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല, അതൊന്നും നടക്കുന്ന കാര്യമല്ല, അതുകൊണ്ട് എനിക്ക് ഇവിടെയൊക്കെ കാണണം എന്നൊക്കെ പറഞ്ഞ് അലീന അതിലെ ചുറ്റിക്കറങ്ങി കാണുകയും ഒക്കെ ചെയ്യാണ്. അലീനയ്ക്ക് അടങ്ങി ഒതുങ്ങിയിരുന്നു വല്ല ശീലവും ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ കുറച്ച് സീനുകള്. അതുപോലെ നമ്മുടെ പൗലോസും ആന്റപ്പനും കൂടെ സംസാരിക്കുന്നുണ്ട്. ഇതിപ്പം ഔതക്കുട്ടിച്ചായൻ അറിഞ്ഞാൽ എന്തായിരിക്കും? അവിടെ പുനലൂരിൽ ഈ വിഷയം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു സ്ഫോടനം തന്നെ ഉണ്ടാവില്ലേ? ഏതോ ഒരു അഭീതത്തിലുണ്ടായ പെങ്കൊച്ചിനെ കൊണ്ട് ഇവിടെ താമസിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇത് തോന്നിവാസമല്ലേ? അത് ആരാണെങ്കിലും ഒരു തോന്നിവാസമല്ലേ? അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? മാത്രമല്ല എൽസമ്മ കൊച്ചമ്മ ഇത് അറിഞ്ഞാലോ? എൽസമ്മ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാൻലിയുടെ ഭാര്യയാണ് കേട്ടോ. അപ്പൊ എൽസമ്മ കൊച്ചമ്മ ഇത് അറിഞ്ഞാലോ? അവിടെ ഈ മക്കളുള്ളതല്ലേ. ശോ, ഇതിപ്പോ ഏതാ ഇങ്ങനെ എന്താ കാണിക്കുന്നതെന്ന് അറിയത്തില്ലാത്തൊരു അവസ്ഥയാണല്ലോ. ആരെയും പേടിയില്ലാത്ത ഒരു മനുഷ്യനെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഒക്കെ പേടി വേണ്ടേ? ഇത് ആരെയും പേടിയില്ലെന്ന് വെച്ചാൽ വലിയ കഷ്ടമാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇവരങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നമ്മുടെ സ്റ്റാൻലിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അലീന നേരെ വിളിക്കുകയാണ് രോഹിത്തിനെ ഫോൺ വിളിച്ചു. രോഹിത്ത് ഹലോ എന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് അലീന ചേച്ചി എന്ന് വിളിച്ചിട്ട് സംസാരിക്കുകയാണ്. വാദോരാതെ സംസാരിക്കുകയാണ്. എന്തെടുക്ക അലീന ചേച്ചി കിടന്നോ ഉറങ്ങിയോ തിന്നോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിശേഷം തിരക്കില്ല. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ കൃഷ്ണമോളും കവിതമോളും ഓടി വരുമോ, ഏതോ റൂമിൽ നിന്ന് ഓടി വരുന്നുണ്ട്. ഓടി വന്നിട്ട് എനിക്ക് തന്നെ ഫോൺ എന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് കൃഷ്ണമോള് ചാടി ഫോൺ മേടിച്ചിട്ട്, അലീന ചേച്ചിക്ക് സുഖാണോ? അല്ല അവിടെ എന്തുണ്ട് വിശേഷം? കൊളുത്തുപുഴയിൽ എവിടെയാ, ഏത് വീട്ടിലാ, അവിടെ എങ്ങനെയാ, അവിടെ ആരൊക്കെ ഉണ്ട് എന്നൊക്കെ. അപ്പോഴത്തേക്കും നമ്മുടെ അലീന പറഞ്ഞു, ഇവിടെ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാല് ഇവിടെ ഞാനും പിന്നെ ഇവിടുത്തെ ഈ വീടിന്റെ മുതലാളിയും മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അപ്പം വേറെ ആരും ഇവിടെ ഇല്ലേ? കുറച്ച് ജോലിക്കാരൊക്കെ ഉണ്ട്. ജോലിക്കാരെല്ലാം അലീന ചേച്ചിയുടെ പ്രായത്തിലുള്ളവരാണോ അതോ ഒത്തിരി വലിയ പ്രായത്തിലുള്ളവരാണോ? അത് പിന്നെ ജോലിക്കാരൊക്കെ ആണുങ്ങളാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ആണുങ്ങളോ? അതെ, ഇവിടെ ഉള്ളത് 4 ആണുങ്ങളാണ്. ഡ്രൈവർ, അതുപോലെ തന്നെ ഇവിടുത്തെ പുറംപണിക്കാരന്, അകമ്പണിക്കാരന്, പിന്നെ ഇവിടുത്തെ മുതലാളി, ഞാന്. അതെന്താടാ അലീന ചേച്ചി, അത്രയും ആണുങ്ങളുള്ള വീട്ടിൽ അലീന ചേച്ചിയെ ഒറ്റയ്ക്കാക്കിയിട്ട് ഈ അച്ഛൻ എന്ത് പരിപാടിയാണ് കാണിച്ചത്? അച്ഛൻ എങ്ങനെയാ ധൈര്യം വന്നത് അലീന ചേച്ചിനെ അവിടെ ഒറ്റയ്ക്ക് വിടാനായിട്ട്? അയ്യോ, ഇതൊന്നും ശരിയായ നടപടി അല്ലല്ലോ. അച്ഛൻ ഇങ്ങ് വരട്ടെ, ഞാൻ ചോദിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ വേണ്ട തോക്കി കയറി വെടിവെക്കൊന്നും വേണ്ട, ഞാൻ ഇവിടെ സേഫ് മക്കളെ, എനിക്കിവിടെ പേടിയോ ഒന്നുമില്ല. പക്ഷെ നിങ്ങളെ വിട്ടു വന്ന ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ കിട്ടുന്ന ഒരു സ്വാതന്ത്ര്യം എനിക്ക് എവിടെ ചെന്നാലും കിട്ടത്തില്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ഉള്ളൂ, അല്ലാതെ ഒരു കുഴപ്പമില്ല. അലീന ചേച്ചി ഹാപ്പിയാണ്. എന്റെ മക്കള് ആഹാരമൊക്കെ കഴിച്ചോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ആഹാരമൊക്കെ കഴിച്ചോല്ല. ബബിത എന്ത് ചെയ്യും? അപ്പം ബബിത അവിടെ ഇരിക്കുകയാണ് കേട്ടോ.
അപ്പൊ ബബിത പറഞ്ഞു, ആ ഞാനിവിടെ ഉണ്ടേ. അല്ല അനക്കൊന്നും ഇല്ലല്ലോ, എന്തെടുക്കായിരുന്നു? എന്തെടുക്കാരാ, ഇവിടെ പ്രത്യേകിച്ച് ഇന്ന് പണിയൊന്നും ഇല്ലല്ലോ. ആ പിന്നെ അമ്മ വന്നിട്ടുണ്ട്. അമ്മയുടെ കുറച്ച് ചിട്ടവട്ട കാര്യങ്ങളും കുറച്ച് എന്താ പറയാ ഇവിടുത്തെ അടുക്കും ചിട്ടയൊക്കെ അലീന ചേച്ചി പഠിപ്പിച്ചു പോയ രീതിയിൽ അല്ലാതെ എന്തെങ്കിലുമൊക്കെ ഉണ്ടേ മാറ്റിയും മറിച്ചും വെക്കാനും എന്തൊക്കെയാന്ന് എനിക്ക് അറിയില്ല. അലീന ചേച്ചി ഇവിടെ തലയും കുത്തി വെക്കുന്നുണ്ട് അമ്മ എന്ന് പറഞ്ഞു. അപ്പം പതുക്കെ ഇങ്ങ് വരികയാണ് നമ്മുടെ വൈജ. വൈജ പതുക്കെ വന്ന് ഇവര് പറയുന്നത് കേൾക്കുന്നു, അലീന വാതോരാതെ സംസാരിക്കുന്നത് കേൾക്കുന്നു, എല്ലാം കേട്ടു. എല്ലാം കേട്ട് ഫോണൊക്കെ വെച്ചു. എന്നാ പിന്നെ ചേച്ചി ഇടയ്ക്ക് വിളിച്ചേക്കാന്ന് പറഞ്ഞ് ഫോണൊക്കെ വെച്ചു. ഫോണൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എന്തായിരുന്നു ഇവിടെ മേളം? ഓ, ഒരു കുലീന ചേച്ചി. അല്ല നാണമില്ലടി നിനക്കൊക്കെ? ഞാൻ ഒരു മാസം ആയി അവിടെ കൈതക്കിൽ പോയി താമസിക്കാൻ തുടങ്ങിയിട്ട് ഒരു കോൾ വിളിക്കാൻ തോന്നിയിട്ടുണ്ടോ? ഇതുപോലെ സന്തോഷത്തോടു കൂടി ഞാൻ വിളിക്കുമ്പോൾ നിങ്ങൾ എന്നോട് സംസാരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അത് പിന്നെ ഇങ്ങോട്ടുള്ളതല്ലേ അങ്ങോട്ട് തരാൻ പറ്റത്തുള്ളൂ. ഇങ്ങോട്ട് സ്നേഹം തന്നാൽ അങ്ങോട്ട് സ്നേഹം തരും, ഇങ്ങോട്ട് അവഗണനയാണെങ്കിൽ അങ്ങോട്ട് അവഗണന തരും, ഇങ്ങോട്ട് ദേഷ്യമാണെങ്കിൽ അങ്ങോട്ട് ദേഷ്യം തരും. അങ്ങനെയല്ലേ പറ്റത്തുള്ളൂ. അല്ലാതെ ഇങ്ങോട്ട് സ്നേഹം തരുമ്പം അങ്ങോട്ട് ദേഷ്യപ്പെടാനും അങ്ങോട്ട് സ്നേഹം തരുമ്പോ ഇങ്ങോട്ട് ദേഷ്യപ്പെടാനും എന്തിനാ അമ്മേ വെറുതെ? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. അലീന ചേച്ചി വിളിക്കും, സംസാരിക്കും. അതിപ്പോ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ 3 പേരും അലീന ചേച്ചിനെ വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യും. അമ്മ ഇവിടുന്ന് ഹോസ്പിറ്റലിൽ പോയി കിടന്നപ്പോ ഞങ്ങളെ നോക്കാനും ഞങ്ങളെ സംരക്ഷിക്കാനും ഒക്കെ വേറെ ആരുമില്ലായിരുന്നു, അലീന ചേച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അറിയാമോ, പോലീസുകാരെ രോഹിത്തേട്ടനെ പിടിച്ചോണ്ട് പോയി. അതിനിടയിൽ പപ്പ അവിടെ, അച്ഛൻ അവിടെയും ഇവിടെയും രോഹിത്തേട്ടനെ ഇറക്കാൻ വേണ്ടി പലവരുടെയും കാല് പിടിക്കാൻ പോയപ്പം ഈ ഉണ്ടായിരുന്നത്, ഞങ്ങൾക്ക് കാവലായിട്ട് നിന്നത് ഞങ്ങളുടെ അലീന ചേച്ചി ആയിരുന്നു. നാട്ടുകാരെല്ലാവരും കൂടെ കല്ലെറിഞ്ഞപ്പം ഞങ്ങളെ നോക്കാനും ഞങ്ങളെ സംരക്ഷിക്കാനും എല്ലാവരുടെയും ചോദ്യത്തിന് ഉത്തരം കൊടുക്കാനും അലീന ചേച്ചി ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ആരെയും കണ്ടില്ലല്ലോ. ഓ അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അന്ന് ഞാനിവിടെ ഇല്ലായിരുന്നത് എന്തുകൊണ്ടാ? നിന്റെ കുലീന ചേച്ചി കാരണമൊക്കെ തന്നെയാണ്. നിന്റെ അലീന ചേച്ചി ഉള്ളത് കൊണ്ടല്ലേ രാത്രി എനിക്ക് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ട വന്നതും അങ്ങനെ ഒരു ആക്സിഡന്റ് എനിക്ക് പറ്റിയിരുന്നു പറഞ്ഞപ്പോഴത്തേക്കും എന്റെ പൊന്നമ്മ വീട് അമ്മ പോ എന്നും പറഞ്ഞ് നമ്മുടെ വൈശേനെ പറഞ്ഞു വിടുകയാണ്. പിന്നെ ഏതായാലും നമ്മുടെ ബാലചന്ദ്രൻ തിരിച്ചു വരികയാണ്. രാവിലെ ബാലചന്ദ്രന്റെ കാറിന്റെ ഓണടി കേട്ടതും നമ്മുടെ വൈജ വന്നു എന്നും പറഞ്ഞ് ചെല്ലുകയാണ്. ഏതായാലും ബാലചന്ദ്രൻ വന്ന അകത്തേക്ക് കയറി. അപ്പം നമ്മുടെ ആരൊക്കെയാ, രോഹിത്തും ബബിതയും അതുപോലെ തന്നെ കൃഷ്ണമോളും ഉണ്ട്. അപ്പൊ ഇവര് സംസാരിച്ചിട്ട് അലീന ചേച്ചി വിളിച്ചായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അലീന ചേച്ചി എന്തിനാ അവിടെ കൊണ്ടാക്കിയത്, അലീന ചേച്ചി ഒറ്റയ്ക്കല്ലേ എന്നൊക്കെ ഇങ്ങനെയൊക്കെ സംസാരിച്ച് കഴിഞ്ഞിട്ട് കയറി പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കുമാണ് അവിടെ നിൽക്കാനാ പറഞ്ഞത്. എങ്ങോട്ടായി കയറി പോകുന്നത്? ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിനൊക്കെ എനിക്ക് ഉത്തരം കിട്ടിയിട്ട് കയറി പോയാൽ മതി എന്ന് നമ്മുടെ വൈജ. ഹാ നമ്മുടെ ബാലചന്ദ്രൻ വിട്ടു കൊടുക്കുവോ? ബാലചന്ദ്രൻ ഇങ്ങോട്ട് തീർന്നില്ല നല്ല 4 വർത്താനം പറയാനായിട്ട്. എനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് എനിക്ക് ഇഷ്ടമുള്ളപ്പോ പോയിട്ട് എനിക്ക് ഇഷ്ടമുള്ള നേരത്തെ ഞാൻ കയറി വരും. ഇതെന്റെ വീടാ, എന്റെ വീട്ടിലെ ഭരണം ഞാനാണ്, ഇവിടെ ഞാനാ ഭരിക്കുന്നത്. ഇവിടെ പഴയതുപോലെ വല്ല ഭരണവും തുടങ്ങാമെന്ന് ആഗ്രഹിച്ചാണ് ഈ വീടിന്റെ പടി കയറിയതെങ്കിലും നടക്കത്തില്ല മക്കളെ, അത് നടക്കത്തില്ല എന്ന് ബാലചന്ദ്രൻ വൈജയുടെ കണ്ണുകളിൽ നോക്കി സംസാരിക്കുകയാണ്. ഏതായാലും അംഗം തുടങ്ങാറായി. കാത്തിരുന്ന് തന്നെ കാണാം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷവുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ.